നമസ്കാരം, ഞാൻ പരമേശ്വര നമ്പൂതിരി ആസ്ട്രോളജി ചാനലിലേക്ക് സ്വാഗതം. ഈ വരുന്ന 2025 ജനുവരി മാസത്തിലെ മകം, പൂരം, ഉത്രം കാല് ചിങ്ങക്കൂറുകാരുടെ ചന്ദ്രാനുള്ള ഫലത്തെക്കുറിച്ചാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളോട് സംസാരിക്കുന്നത്. ജ്യോതിഷത്തെ ബഹുമാനിക്കുന്നവർക്കും വിശ്വസിക്കുന്നവർക്കും വേണ്ടി മാത്രമായാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് എന്നതിനാൽ ജ്യോതിഷത്തിൽ വിശ്വാസമില്ലാത്തവർ ദയവ് ചെയ്ത് ഈ വീഡിയോ കാണരുത് എന്നാണ് എൻ്റെ വിനീതമായിട്ടുള്ള അപേക്ഷ. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് ഈ വരുന്ന ജനുവരി 14 വരെ സൂര്യൻ നിൽക്കുന്നത് 5-ലാണ്. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് അത്ര നല്ല ഫലത്തെ അല്ല സൂചിപ്പിക്കുന്നത്. 6-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയും സൂചിപ്പിക്കുന്നു. 14 വരെ 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ഫലത്തിന്റെ മോശഫലത്തിന്റെ നേരെ വിപരീതമായിട്ടുള്ള വളരെ നല്ല ഫലമാണ് 6-ലേക്ക് വരുമ്പോൾ. 5-ൽ നിൽക്കുന്ന സൂര്യനെ കൊണ്ട് 14 വരെ പറയുന്നതായിട്ടുള്ള ഫലം ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ വന്നു ചേരുക, രോഗദുരിതങ്ങൾ അനുഭവിക്കുക, ശത്രു ദുഃഖ രോഗദുരിതങ്ങൾ വന്നു ചേരുന്നൊരു മോശഫലത്തെ സൂചിപ്പിക്കുന്നു. പക്ഷേ 14 ശേഷം 6-ലേക്ക് വരുമ്പോഴോ ശത്രു ദുഃഖ രോഗശമനം. നമ്മൾ ഏതെങ്കിലും വിധേന ശത്രുപരമായിട്ടുള്ള ഉപദ്രവങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനെല്ലാം ശമനം വന്നു ചേരുക, ഏതെങ്കിലും വിധേന രോഗദുരിതങ്ങൾ അനുഭവിക്കുന്നുണ്ടായിരുന്നുവെങ്കിൽ അതിനും ശമനം വന്നു ചേരുക, വ്യാധികളെല്ലാം ഇല്ലാതെയാകുന്ന വളരെ നല്ല ഫലത്തെയാണ് 6-ലേക്ക് സൂര്യൻ വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ സൂര്യനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ 14 വരെ ഇല്ലാതാക്കുവാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് മഹാദേവനെ നല്ല രീതിയിൽ തന്നെ മനസ്സിലെത്തി പ്രാർത്ഥിക്കുക, ശിവക്ഷേത്ര ദർശനം ചെയ്യുക, നമ്മൾ കുടുംബത്തിൽ നിന്ന് നാമം ജപിക്കുമ്പോൾ പഞ്ചാക്ഷരം ജപിക്കുക. 21 വരെ 12-ലാണ് ചൊവ്വ. അത്ര നല്ല ഫലത്തെയല്ല സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്കറിയാം. കുറച്ച് കാലമായിട്ട് 12-ൽ തന്നെയായിരുന്നു ചിങ്ങക്കൂറുകാർക്ക് ചൊവ്വ നിൽക്കുന്നത്. 21 ശേഷം പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട കാര്യം 12-ൽ നിന്ന് ജന്മത്തിലേക്കല്ല ചൊവ്വയുടെ മാറ്റം 11-ലേക്കാണ്. 11-ലേക്ക് ചൊവ്വ വരുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വ 11-ലേക്കാണ് വരുന്നത് എന്നർത്ഥം. 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ചൊവ്വയെ കൊണ്ട് 21 വരെ പല വിധങ്ങളായിട്ടുള്ള ദുരിതങ്ങൾ വന്നു ചേരുന്നൊരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. 21 വരെ വാഹനം ഉപയോഗിക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അനാവശ്യമായിട്ട് തന്നെ പണത്തിന് ചെലവ് വന്നു ചേരുന്ന ഒരു ഫലത്തെ സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഭദ്രകാളി ഭഗവതിയെയാണ് മനസ്സിരുത്തി ആരാധിക്കേണ്ടത്. നമ്മളുടെ സമീപ പ്രദേശത്തുള്ളതായിട്ടുള്ള ഭദ്രകാളി ക്ഷേത്ര ദർശനം ചെയ്യുക, നമുക്കറിയാവുന്നതായിട്ടുള്ള ഭദ്രകാളി സ്തോത്രങ്ങൾ ജപിക്കുക. അപ്പോൾ ആ 12-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 11-ലേക്ക് വരുമ്പോൾ വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്ന് പൊതുവെ ജ്യോതിഷത്തെ വീക്ഷിക്കുന്നവർക്ക് തന്നെ അറിയാം. ഏത് ഗ്രഹങ്ങൾ 11-ൽ നിന്ന് കഴിഞ്ഞാലും വളരെ നല്ല ഫലമാണല്ലോ. ജനപദ അധികാര ലാഭം വന്നു ചേരുക, സുഖം അനുഭവിക്കാനിട വരിക, ജോലി സംബന്ധമായിട്ട് പ്രത്യേകിച്ചും ഉയർച്ച വന്നു ചേരുക, ധനലാഭം ഉണ്ടാവുക, പ്രത്യേകിച്ചും ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചൊവ്വയെ കൊണ്ടാണ് ചിന്തിക്കുന്നത് എന്നതുകൊണ്ട് തന്നെ ആഗ്രഹിച്ച ഭൂമി നമ്മളുടെ കൈവശം വന്നു ചേരുക. ഭൂമി സംബന്ധമായിട്ട് തർക്കങ്ങളും വ്യവഹാരങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം ഒരു പരിധിവരെ നമുക്ക് അനുകൂലമായിട്ട് വന്ന് ഭവിക്കുക. കൃഷി ചെയ്യുന്നവർക്ക് വളരെ നല്ല രീതിയിൽ തന്നെ ധനലാഭം ഉണ്ടാകുന്ന വളരെ നല്ല ഫലമാണ് 21 ശേഷം ചൊവ്വ 11-ലേക്ക് വരുമ്പോൾ സൂചിപ്പിക്കുന്നത്. ഈ ജനുവരി മാസത്തിൽ ബുധന് 3 മാറ്റങ്ങളുണ്ട്. 5 വരെ 4-ലാണ്, 24 വരെ ബുധൻ 5-ലാണ്, അതിനുശേഷം 6-ലേക്ക് വരും. 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് 5 വരെ സൂചിപ്പിക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ധനം വന്നു ചേരുക, ധനവർദ്ധനവുണ്ടാവുക, ബന്ധു കുടുംബ അഭിവൃദ്ധി വന്നു ചേരുക, ബന്ധു ഗുണം അനുഭവിക്കാനിട വരിക, ബന്ധു സുഖം ഉണ്ടാവുക. അതായത് കുടുംബപരമായിട്ട് നോക്കുകയാണെങ്കിൽ 4-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. 5 ശേഷം 24 വരെ 5-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് സൂചിപ്പിക്കുന്നത് അത്ര നല്ല ഫലത്തെ അല്ല. ഭാര്യ ഭർത്തൃപുത്ര കലഹം വന്നു ചേരുക, കലഹം ഉണ്ടാവുന്ന ഒരു ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. കുടുംബത്തിൽ കലഹം ഉണ്ടാവുന്നത് നിങ്ങൾക്കാണെന്നുണ്ടെങ്കിലും എനിക്കാണെന്നുണ്ടെങ്കിലും ആർക്കും ഇഷ്ടമുള്ള കാര്യമില്ലല്ലോ. കലഹം ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഉള്ള സമാധാനവും കൂടി കൊടുക്കും അല്ലേ. അപ്പൊ കലഹം ഉണ്ടാവുന്നത് തന്നെ ഒരു പരിധിവരെ നമ്മളുടെ വാക്കുകൾ നിമിത്തമാണ് എന്ന് മനസ്സിലാക്കി വളരെ നല്ല വാക്കുകൾ സംസാരിക്കുവാനായിട്ട് ശ്രമിക്കുക. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങൾ ഒഴിവാക്കുക. അനാവശ്യമായിട്ട് മറ്റുള്ളവരുടെ കാര്യങ്ങളിൽ തന്നെ ഇടപെടാതിരുന്നു കഴിഞ്ഞാൽ ഈ 5-ൽ നിൽക്കുന്നതായിട്ടുള്ള ആ ബുധനെ കൊണ്ട് പറയുന്നതായിട്ടുള്ള ആ മോശഫലങ്ങളെ നമുക്ക് തന്നെ കുറയ്ക്കുവാനായിട്ട് സാധിക്കും. 24 ശേഷം 6-ലേക്ക് വരുമ്പോഴോ വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള കാര്യങ്ങൾക്ക് നല്ല അനുഭവങ്ങൾ, കാര്യവിജയം വന്നു ചേരുക, നല്ല അനുഭവങ്ങൾ വന്നു ചേരുക, പലവിധ സൗഭാഗ്യങ്ങൾ അനുഭവിക്കാനായിട്ടുള്ള യോഗം, ജോലി സംബന്ധമായിട്ട് പ്രൊമോഷൻ ലഭിക്കുക, സ്ഥാന അഭ്യുന്നതി വന്നു ചേരുക. അതായത് 6-ൽ നിൽക്കുന്ന ബുധനെ കൊണ്ട് നല്ല ഫലത്തെയാണ് ചിങ്ങക്കൂറുകാർക്ക് സൂചിപ്പിക്കുന്നത്. ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കുന്ന 10-ാം ഭാവത്തിൽ വ്യാഴസ്ഥിതി അത്ര നന്നല്ല, ധനപരമായിട്ടും അനുകൂലമല്ല, കർമ്മ വൈകല്യം ഉണ്ടാവാനായിട്ടുള്ള ഫലത്തെ സൂചിപ്പിക്കുന്നു. ഗുരുവായൂരപ്പനെ നല്ല രീതിയിൽ തന്നെ മനസ്സിരുത്തി ആരാധിക്കുക. 27 വരെ 7-ലാണ് ശുക്രൻ. 7-ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സ്ത്രീകൾക്ക് പുരുഷന്മാരാലും പുരുഷന്മാർക്ക് സ്ത്രീകളാലും വന്നു ചേരുന്ന അരിഷ്ടതയാണ് സൂചിപ്പിക്കുന്നത്. ചോറ്റാനിക്കര ഭഗവതിയെ മനസ്സിരുത്തി ആരാധിക്കുക. സർവജ്ഞ സർവവരതേ സർവദുഷ്ടഭയങ്കരി സർവസ്യ ആർത്തിഹരേ ദേവി നാരായണ നമോസ്തുതേ സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥ സാധികേ
ശരണ്യേ ത്രൈംബികേ ഗൗരി നാരായണി നമോസ്തുതേ. നമുക്കറിയാവുന്നതായിട്ടുള്ള ഭഗവതിയുടെ ലളിതങ്ങളായിട്ടുള്ള സ്തോത്രങ്ങൾ ജപിക്കുവാനായിട്ട് സമയം കണ്ടെത്തുക. ശുക്രൻ 8ലേക്ക് വരുന്നത് വളരെ നല്ല ഫലത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഗൃഹത്തിലേക്ക് വേണ്ടുന്ന ഉപകരണങ്ങൾ വാങ്ങുവാനായിട്ട് സാധിക്കുക, ലൗകികങ്ങളായിട്ടുള്ള സുഖങ്ങൾ അനുഭവിക്കുക, ഗൃഹസംബന്ധമായിട്ട് വളരെ നല്ല ഫലത്തെയാണ് 8ൽ നിൽക്കുന്ന ശുക്രനെ കൊണ്ട് സൂചിപ്പിക്കുന്നത്. 7ലാണ് ശനി. 7ൽ നിൽക്കുന്ന ശനിയെ കൊണ്ട് ദൂരദേശ സഞ്ചാരം ഉണ്ടാവുക, ദുർജനങ്ങളായിട്ടുള്ള സംസർഗം ഉണ്ടാവുക. ദുർജനങ്ങളായിട്ടുള്ള സംസർഗം എന്ന് പറയുന്നത് നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടുവാനായിട്ടുള്ള ഫലത്തെയാണല്ലോ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് ചേരാത്തവരുമായിട്ട് കൂട്ടുകൂടിക്കഴിഞ്ഞാൽ നിങ്ങൾക്കായിക്കോട്ടെ എനിക്കായിക്കോട്ടെ ജീവിതത്തിൽ അത്ര നല്ല ഫലമല്ലല്ലോ വന്നു ചേരുക. ഇതൊന്ന് പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ അലച്ചിലുണ്ടാവാനായിട്ടുള്ള ഒരു ഫലത്തെയും സൂചിപ്പിക്കുന്നുണ്ട്. ശനൈശ്വരായ നമഃ എന്നുള്ള നാമം ജപിക്കുക. എന്തായാലും ചിങ്ങക്കൂറുകാരുടെ ഗ്രഹപ്പിട ദോഷ പരിഹാരങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള നാമജപാദികളും ക്ഷേത്ര ദർശനാദികളും പുണ്യമായിട്ടുള്ള കർമ്മങ്ങളും തുടരുക. നമ്മളറിയാതെ തന്നെ നമ്മളിലേക്ക് വന്നു ചേരുന്നതായിട്ടുള്ള ആ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും നമ്മളുടെ നാമജപങ്ങളിലൂടെ, ഈശ്വര സേവയിലൂടെ, പുണ്യമായിട്ടുള്ള കർമ്മങ്ങളിലൂടെ നമുക്ക് തന്നെ മറികടക്കുവാനായിട്ട് സാധിക്കും, കുറയ്ക്കുവാനായിട്ട് സാധിക്കുമെന്ന് മനസ്സിലാക്കുക. ജ്യോതിഷ സംബന്ധമായ സംശയ നിവാരണങ്ങൾക്കായി നിങ്ങൾക്ക് എന്നെ 628 220 18 72 എന്ന നമ്പറിൽ വിളിക്കാവുന്നതാണ്. 9497095577 എന്ന നമ്പറിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജനിച്ച സമയവും സ്ഥലവും ഡേറ്റ് ഓഫ് ബർത്തും ഒക്കെ അയച്ചു തരികയാണ് എങ്കിൽ ഗ്രഹസ്ഥിതി ഉണ്ടാക്കി ഇപ്പോഴത്തെ മഹാദശയും ദശാപഹാരവും നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നേരിട്ട് കാണുവാനാണെന്നുണ്ടെങ്കിൽ ചോറ്റാനിക്കര ഭഗവതിയുടെ പടിഞ്ഞാറേ നടയിൽ ബൈപ്പാസിന് സമീപമുള്ള ജ്യോതിഷാലയത്തിൽ വരാവുന്നതാണ്. 628 220 18 72 എന്ന നമ്പറിൽ മാത്രം വിളിക്കുവാനായിട്ട് ശ്രമിക്കുക. നന്ദി, നമസ്കാരം.